ഇത് റേഡിയോ ജൻവാണി 90.8 മെഗാഹെർട്സ് മലയാളത്തിന്റെ മധുരതരംഗം. ഇപ്പോൾ വാരാന്ത്യ ലോക വൃത്താന്തം കേൾക്കാം. പ്രൊഫസർ ജെ ജേക്കബ് അവതരിപ്പിക്കുന്നു. വാരാന്ത്യ ലോക വൃത്താന്തം. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ലോകവൃത്താന്തത്തിലേക്ക് സ്വാഗതം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണപരിഷ്കാരങ്ങൾ വലിയ വിവാദമാകുന്നു. കഴിഞ്ഞ മാസമാണ് ഹമാസിനും ഇറാനും അനുകൂലമായി അമേരിക്കയിൽ നടന്ന ഒരു പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ വിദേശിയായ ഒരു വിദ്യാർത്ഥിനിയോട് അമേരിക്ക വിട്ടുപോകാൻ ആവശ്യപ്പെട്ടത്. ഹമാസിന് അനുകൂലമായി ലേഖനം എഴുതിയതിൻ്റെ പേരിൽ വിദേശിയായ ഒരു വിദ്യാർത്ഥിയോട് രാജ്യം വിട്ടുപോകാൻ ഈ ആഴ്ചയിൽ അമേരിക്ക ആവശ്യപ്പെട്ടു. പ്രകടനത്തിൽ പങ്കെടുക്കുന്നതും ലേഖനം എഴുതുന്നതും ഒരുപോലെ കാണരുത് എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. ലേഖനം എഴുതുന്നതിനെ ശിക്ഷിക്കുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ ലംഘനമാണെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. അമേരിക്കയിൽ കാറ് നിർമ്മിക്കുന്നത് പ്രോത്സാഹിപ്പിക്കാനാണ് വിദേശ കാറുകൾക്കും നിർമ്മാണ സാമഗ്രികൾക്കും നികുതി വർദ്ധിപ്പിച്ചത് എന്നാണ് ട്രംപിൻ്റെ ന്യായീകരണം. കാർ അസംബിൾ ചെയ്യുന്ന പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിന് വലിയ മുതൽ മുടക്കും ദീർഘകാലത്തെ അധ്വാനവും വേണ്ടിവരും. തന്മൂലം നിർദ്ദിഷ്ട നികുതി വർധനവ് ഉദ്ദേശിച്ച ഫലം നേടുകയില്ല എന്നാണ് പലരുടെയും വിലയിരുത്തൽ. വഖഫ് നിയമം ഭേദഗതി ചെയ്യാനായി ഭരണകക്ഷിയായ BJP പാർലമെൻറ്റിൽ അവതരിപ്പിച്ച ബില്ലിന് അനുകൂലമായി വോട്ട് ചെയ്യാൻ പ്രതിപക്ഷത്തിരിക്കുന്ന കേരളത്തിലെ കോൺഗ്രസ് MPമാരോട് കേരള കത്തോലിക്ക മെത്രാന്മാരുടെ സമിതി അഭ്യർത്ഥിച്ചു. ഇതിനെ ഇന്ത്യയിലെ കത്തോലിക്ക മെത്രാന്മാരുടെ സമിതി സ്വാഗതം ചെയ്തു. മുൻപത്തെ 600-ലധികം വരുന്ന കുടുംബങ്ങൾ നടത്തുന്ന സമരത്തിന് 3 പതിറ്റാണ്ടെങ്കിലും പഴക്കമുണ്ട്. തങ്ങൾ വില കൊടുത്ത് ഫറൂഖ് കോളേജ് അധികൃതരിൽ നിന്നും വാങ്ങിയ ഭൂമിയിൽ ഉടമസ്ഥാവകാശം നിഷേധിച്ചതിനെതിരെയാണ് സമരം ആരംഭിച്ചത്. ഈ ഭൂമിയിൽ ഇപ്പോഴത്തെ താമസക്കാർക്ക് അവകാശമുണ്ടെന്നും അവരെ അവിടെ നിന്നും ഇറക്കി വിടാൻ പാടില്ല എന്നുമുള്ള കാര്യത്തിൽ വഖഫ് ഒഴികെ ആർക്കും തർക്കമില്ല. നിലവിലുള്ള നിയമങ്ങൾ അനുസരിച്ച് ഇത് വഖഫിന് അവകാശപ്പെടാവുന്ന ഭൂമിയാണ് എന്നാണ് കോടതികളുടെ നിലപാട്. നിയമ ഭേദഗതിയാണ് ഈ പ്രശ്ന പരിഹാരത്തിനുള്ള ഏക മാർഗം. ഈ തിരിച്ചറിവ് കൊണ്ടാണ് മെത്രാൻ സമിതി പ്രതിപക്ഷ MPമാരുടെ സഹായം പരസ്യമായി അഭ്യർത്ഥിച്ചത്. കര, കടൽ, വ്യോമ സൈനിക വിഭാഗങ്ങളും റോക്കറ്റ് സൈനിക വിഭാഗങ്ങളും പങ്കെടുക്കുന്ന ഒരു സൈനിക പരിശീലന പരിപാടി ചൈന ഈ ആഴ്ചയിൽ ആരംഭിച്ചു. ചൈന വൻകരയിൽ നിന്നും ഏകദേശം 100 കിലോമീറ്റർ അകലെ പസഫിക് സമുദ്രത്തിലുള്ള തായ്വാനു ചുറ്റുമാണ് ചൈനയുടെ പരിശീലന പരിപാടി. തങ്ങൾ ഒരു സ്വതന്ത്ര രാജ്യം ആണ് എന്നാണ് തായ്വാൻ അവകാശപ്പെടുന്നത്. എന്നാൽ ഇത് ചൈനയുടെ ഭാഗമാണെന്നും ആവശ്യമെങ്കിൽ സൈനിക നടപടിയിലൂടെ ചൈനയോട് കൂട്ടിച്ചേർക്കുമെന്ന് പ്രസിഡന്റ് ഷീ ജിൻപിങ് പല പ്രാവശ്യം പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. തായ്വാൻ്റെ സ്വാതന്ത്ര്യം സംരക്ഷിക്കുമെന്ന് അമേരിക്കയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അമേരിക്കയുടെ പ്രതിരോധ സെക്രട്ടറി സ്ഥാനമേറ്റെടുത്തതിനു ശേഷം ആദ്യമായി ജപ്പാൻ സന്ദർശിച്ചപ്പോൾ നടത്തിയ പ്രസംഗത്തിൽ കമ്മ്യൂണിസ്റ്റ് ചൈനയുടെ അതിക്രമങ്ങൾ അനുവദിക്കില്ല എന്ന പഴയ നിലപാട് ആവർത്തിച്ചു. ഇതിനുള്ള മറുപടിയായിട്ടാണ് തായ്വാനെ കേന്ദ്രീകരിച്ചു നടത്തുന്ന പരിശീലന പരിപാടിയെ പലരും കാണുന്നത്. ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ ചർച്ചകൾ തുടരാനുള്ള ശ്രമങ്ങളാണ് ഒരു ഭാഗത്തു നടക്കുന്നത്. ബന്ദികളെ മോചിപ്പിക്കാമെന്ന്
മധ്യസ്ഥന്മാരിൽ ഒരാളായ ഈജിപ്തിനെ ഹമാസ് അറിയിച്ചു. ഒഴിഞ്ഞു പോകാനാണ് ഗാസ നിവാസികളോട് ഇസ്രായേൽ സൈനികർ ആവശ്യപ്പെടുന്നത്. ഇതോടൊപ്പം ഗാസയിൽ തമ്പടിച്ചിരിക്കുന്ന ഹമാസ് തീവ്രവാദികൾക്കെതിരെയുള്ള ആക്രമണം ഇസ്രായേൽ തുടരുകയാണ്. ആയുധം ഉപേക്ഷിക്കാമെങ്കിൽ ഗാസയിൽ നിന്നും പുറത്തു പോകാൻ ഹമാസിനെ അനുവദിക്കാമെന്നും ഇസ്രായേലി പട്ടാളം അറിയിച്ചിട്ടുണ്ട്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്താനായി വരുന്ന ഐക്യരാഷ്ട്രസഭയുടെ വാഹനങ്ങൾ ഗാസയിൽ പ്രവേശിക്കുന്നത് ഇസ്രായേലി പട്ടാളം തടഞ്ഞിരിക്കുകയാണ്. ഗാസ നിവാസികളെ ഒഴിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇസ്രായേൽ നീങ്ങുന്നത്. 20 ലക്ഷത്തിലധികം വരുന്ന ഗാസയിലെ ജനങ്ങളോട് ജോർദാനിലേക്കോ ഈജിപ്തിലേക്കോ മാറി താമസിക്കാനാണ് ഇസ്രായേൽ ആവശ്യപ്പെടുന്നത്. വിദേശികളെ സ്വീകരിക്കില്ല എന്ന് ഈ രണ്ടു രാജ്യങ്ങളും വ്യക്തമാക്കി. നാട്ടുകാരെ പൂർണ്ണമായും ഒഴിവാക്കി ഗാസ സ്വന്തമാക്കാനാണ് ഇസ്രായേൽ ശ്രമിക്കുന്നത്. 20 F-16 യുദ്ധവിമാനങ്ങൾ വിൽക്കാൻ അമേരിക്ക ഫിലിപ്പൈൻസുമായി കരാർ ഒപ്പുവച്ചു. പുതിയ പ്രതിരോധ സെക്രട്ടറി ഏഷ്യ സന്ദർശിച്ചതിൻ്റെ തൊട്ടു പിന്നാലെയാണ് ഈ കരാർ ഒപ്പുവെച്ചത്. സന്ദർശന വേളയിൽ ഏഷ്യയിൽ കമ്മ്യൂണിസ്റ്റ് ചൈനയുടെ അതിക്രമങ്ങൾ അനുവദിക്കില്ല എന്ന് പരസ്യമായി ഇദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു. ജപ്പാൻ പ്രതിരോധ മന്ത്രിയുമായി ചേർന്ന് നടത്തിയ പത്രസമ്മേളനത്തിലാണ് ഇങ്ങനെയൊരു പ്രഖ്യാപനം നടത്തിയത്. ദക്ഷിണ ചൈന കടലിൻ്റെ ഉടമസ്ഥതയെ ചൊല്ലി ഫിലിപ്പൈൻസും ചൈനയുമായി തർക്കങ്ങളുണ്ട്. ഈ കടൽ തങ്ങൾക്കു മാത്രം അവകാശപ്പെട്ട ഒരു മേഖലയായിട്ടാണ് ചൈന കാണുന്നത്. അന്താരാഷ്ട്ര നീതിന്യായ കോടതികൾ ചൈനയുടെ ഈ അവകാശവാദം നിരാകരിച്ചുവെങ്കിലും ഈ കടലിൽ പ്രവേശിച്ചതിൻ്റെ പേരിൽ ഫിലിപ്പൈൻസിൻ്റെ കപ്പലുകളെ പല പ്രാവശ്യം ചൈന തുരത്തി ഓടിച്ചിട്ടുണ്ട്. അമേരിക്കൻ പക്ഷപാതിയായ ഫെർഡിനൻഡ് ജൂനിയർ പ്രസിഡൻ്റായതിനെ തുടർന്ന് ചൈനയുമായുള്ള ഏറ്റുമുട്ടലുകൾ വർദ്ധിച്ചിട്ടുണ്ട്. തന്മൂലം ഇപ്പോഴത്തെ വിമാന വിൽപ്പന തങ്ങൾക്കെതിരെയുള്ള ഒരു നീക്കമായിട്ടാണ് ചൈനയുടെ വിലയിരുത്തൽ. പ്രയാഗ്രാജിലെ വികസന അതോറിറ്റി നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് കെട്ടിടങ്ങൾ ഇടിച്ചു നിരത്തിയത് എന്ന് സുപ്രീം കോടതി കണ്ടെത്തി. കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരുടെ കെട്ടിടങ്ങളും സർക്കാർ ഭൂമി കയ്യേറി നിർമ്മിച്ച കെട്ടിടങ്ങളും പൊളിച്ചു നീക്കും എന്നത് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിൻ്റെ പ്രഖ്യാപിത നയമാണ്. പോലീസ് പ്രതിയാക്കിയതുകൊണ്ട് മാത്രം ഒരാളും കുറ്റവാളിയാകുന്നില്ല. പ്രതിയെ കോടതി ശിക്ഷിക്കുന്നതുവരെ ഒരു നടപടിയും സ്വീകരിക്കാൻ പാടില്ല എന്ന് നേരത്തെ തന്നെ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നതാണ്. അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിനും നിയമാനുസൃതമുള്ള നടപടിക്രമങ്ങൾ പാലിക്കണം എന്നും നിർദ്ദേശമുണ്ടായിരുന്നതാണ്. സുപ്രീം കോടതിയുടെ ഈ രണ്ടു നിർദ്ദേശങ്ങളും ഉത്തർപ്രദേശിലെ സംസ്ഥാന സർക്കാർ ലംഘിച്ചു. നോട്ടീസ് ലഭിച്ച് 24 മണിക്കൂർ പോലും പൂർത്തിയാകുന്നതിന് മുമ്പ് ബുൾഡോസർ അയക്കുകയും കെട്ടിടങ്ങൾ തകർക്കുകയും ചെയ്തു. ഈ നടപടിയെ ശക്തമായി വിമർശിക്കുകയും നഷ്ടപരിഹാരമായി ഓരോ കെട്ടിട ഉടമയ്ക്കും 10 ലക്ഷം രൂപ വീതം നൽകാനും സുപ്രീം കോടതി ആവശ്യപ്പെട്ടു. നാല് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ബെഞ്ചമിൻ നെതന്യാഹു ബുധനാഴ്ച ഹംഗറിയുടെ തലസ്ഥാനമായ ബുഡാപെസ്റ്റിൽ എത്തി. ചുവന്ന പരവതാനി വിരിച്ചാണ് ഹംഗറിയുടെ പ്രധാനമന്ത്രി വിക്ടർ ഓർബൻ ഇദ്ദേഹത്തെ സ്വീകരിച്ചത്. നീതിന്യായ കോടതിയുടെ അറസ്റ്റ് വാറണ്ടുള്ള ഒരു വ്യക്തിയാണ് ബെഞ്ചമിൻ നെതന്യാഹു. ഗാസയിൽ നടക്കുന്ന കൂട്ടക്കുരുതിയുടെ പേരിൽ ഇദ്ദേഹത്തിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണം എന്ന ആവശ്യവുമായി ദക്ഷിണാഫ്രിക്കയാണ് കോടതിയെ സമീപിച്ചത്. ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത്
കോടതിയിൽ ഹാജരാക്കാൻ ഉത്തരവ് നൽകിയത് കഴിഞ്ഞ വർഷം മെയ് മാസത്തിലാണ്. സ്വന്തം ഉദ്യോഗസ്ഥന്മാരില്ലാത്തതിനാൽ ഈ ഉത്തരവ് നടപ്പിലാക്കേണ്ടത് റോം സ്റ്റാറ്റ്യൂട്ടിൽ ഒപ്പുവച്ചിട്ടുള്ള രാജ്യങ്ങളാണ്. ഈ രേഖയിൽ ഒപ്പുവച്ചിട്ടുള്ള ഒരു രാജ്യമാണ് ഹംഗറി. അറസ്റ്റ് ചെയ്യേണ്ട പ്രതിയെ വൻ സ്വീകരണം നൽകിയാണ് ഹംഗറി സ്വീകരിച്ചത്. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയവർ തന്നെ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞുമാറിയാൽ ഈ സ്ഥാപനം പ്രവർത്തനരഹിതമാകും. മാർച്ച് 28 മിയാൻമറിലുണ്ടായ ഭൂകമ്പത്തിൽ 3000 പേരെങ്കിലും മരിച്ചിട്ടുണ്ടാകും എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ആഭ്യന്തര യുദ്ധം ശക്തമായി തുടരുന്ന മിയാൻമറിന് ഈ പ്രകൃതി ദുരന്തം വലിയ ഒരു വെല്ലുവിളിയാണ്. 2020 തിരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തോടെ വിജയിച്ച ഓങ് സാൻ സൂയിയുടെ നാഷണൽ ലീഗ് ഫോർ ഡെമോക്രസി എന്ന പാർട്ടിക്ക് അധികാരം കൈമാറാൻ പട്ടാളം തയ്യാറായില്ല. 2021 ഫെബ്രുവരിയിൽ ഓങ് സാൻ സൂയി അടക്കമുള്ള നേതാക്കന്മാരെ തടവിലാക്കുകയും പട്ടാളം ഭരണം ഏറ്റെടുക്കുകയും ചെയ്തു. വിവിധ വംശീയ സംഘടനകൾ ചേർന്ന് കഴിഞ്ഞ 4 വർഷമായി പട്ടാള ഭരണത്തിനെതിരെ പോരാടുകയാണ്. ഭൂകമ്പത്തിൻ്റെ കെടുതികൾ അവഗണിച്ച് സൈന്യം പോരാട്ടം തുടരുകയായിരുന്നു. ഈ ആഭ്യന്തര യുദ്ധം ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വലിയ ഒരു പ്രതിബന്ധമായി. ബുധനാഴ്ച സൈന്യം വെടിനിർത്തൽ പ്രഖ്യാപിച്ചതോടെ ആഭ്യന്തര യുദ്ധം ഏതാണ്ട് അവസാനിച്ചു എന്ന് തന്നെ പറയാം. റഷ്യ ഉക്രൈൻ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ അമേരിക്ക ഉക്രൈന് നൽകിയ സഹായങ്ങൾക്കു പകരമായി ധാതുലവണങ്ങൾ കൊണ്ട് സമ്പന്നമായ ഉക്രൈൻ്റെ ചില പ്രദേശങ്ങൾ അമേരിക്കയ്ക്ക് കൈമാറണം എന്ന് ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിൽ ഈ വിഷയത്തെക്കുറിച്ച് നടത്തിയ ചർച്ചകളുടെ ഫലമായി ചില ധാരണകളിൽ എത്തിയിരുന്നു. ഈ ധാരണകളിൽ നിന്നും ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി പിന്മാറുന്നു എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പരാതി. പഴയ നിലപാടിൽ നിന്നും പിന്മാറിയാൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും എന്ന ഭീഷണിയുമുണ്ട്. അടിസ്ഥാന പ്രമാണങ്ങളിൽ നിന്നും മാറിയിട്ടില്ലെന്നും പുതിയ സാഹചര്യത്തിൽ ചില കാര്യങ്ങളിൽ കൂടുതൽ ചർച്ചകൾ ആവശ്യപ്പെടുക മാത്രമാണ് ചെയ്തത് എന്നാണ് സെലൻസ്കിയുടെ വിശദീകരണം. സെലൻസ്കി പ്രതീക്ഷിക്കുന്നത് പോലെ ഉക്രൈന് നാറ്റോയിൽ അംഗത്വം ലഭിക്കില്ല എന്നും ട്രംപ് വ്യക്തമാക്കി. എത്രയും വേഗം വെടിനിർത്തൽ പ്രഖ്യാപിച്ച് തങ്ങളുടെ സൈനികരുടെ ജീവൻ രക്ഷിക്കുക എന്നതു മാത്രമാണ് തൻ്റെ ലക്ഷ്യം എന്നാണ് സെലൻസ്കി പ്രതികരിച്ചത്. വാരാന്ത്യ ലോക വൃത്താന്തം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രൊഫസർ ജെ ജേക്കബ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജൻവാണി 90.8 കമ്മ്യൂണിറ്റി FM. അറിയേണ്ടതും കേൾക്കേണ്ടതും മാത്രം.